മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. മസ്ലിൻ സിൽക്കിൽ തന്നെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. എല്ലാവർക്കും പുത്രാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഫാബ്രിക് വന്നിരിക്കുന്നത് മസ്ലിൻ സിൽക്കിൽ ഫോയിൽ പ്രിന്റിലുള്ള ഫാബ്രിക് ആണ്. 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 215 രൂപയാണ് പെർ മീറ്റർ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ഫുൾ ആയിട്ടൊന്ന് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. കണ്ടു തുടങ്ങാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു റെഡ് കളറിലാണ്, മെറൂണിഷ് ആയിട്ടുള്ള റെഡ് കളറിലാണ്. ബാന്തിനി പ്രിന്റിന്റെ ഒരു സ്റ്റൈലിലാണ് ഇതിനകത്ത് പോയിട്ടുള്ള പ്രിന്റ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം തന്നെ മസ്ലിൻ ഡിജിറ്റൽ പ്രിന്റിലാണ് വരുന്നത്. ഫോയിൽ പ്രിന്റ് ഉണ്ട്. അപ്പോ ഇത് വന്നിരിക്കുന്നത് ആ ഒരു ബാന്തിനി സ്റ്റൈലിലാണ് ഇതിന്റെ പ്രിന്റ് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ സ്ട്രൈപ്പ് പാറ്റേണിലായിരിക്കും കേട്ടോ ഇതിന്റെ ഡിസൈൻസ് പോകുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ ഡ്രസ്സൊക്കെ നമുക്ക് ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. പാർട്ടി വെയർ ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ ഇത് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ക്ലോസ് വ്യൂല് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഫോയിൽസും കാണാം. ഫോയിലൊന്നും പോകില്ല. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. ഇതിന്റെ തന്നെ ഒരു കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡിലാണ്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്. എല്ലാം ഒരു ഡാർക്കർ ടോണിലാണ് മസ്ലിൻ സിൽക്ക് അധികം നമ്മൾ എടുത്തിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഡിസൈൻ പോകുന്നത്. 215 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് പെർ മീറ്റർ. അതുപോലെ ബാന്തിനിയിലാണ് ഇതിന്റെ ഡിസൈൻസ് എല്ലാം പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഇനി ഇതിന്റെ തന്നെ 3 കളേഴ്സ് ആണ് കാണുന്നത്. ഒരു സ്ട്രൈപ്പ് വിത്ത് ഒരു റെഡ്, ഒരു ഗ്രീൻ വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, റെഡ് വരുന്നുണ്ട്. നമുക്ക് എല്ലാം ഓരോന്നോരോന്നായിട്ട് കാണാം. അതിനുമ്പ് ഞാൻ കളേഴ്സ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഭംഗിയുള്ള ഡിസൈൻസ് തന്നെയാണ് എല്ലാം തന്നെ. ലൈനിങ്ങിന്റെ ആവശ്യം വരുന്നില്ല. തിക്കായിട്ടുള്ള നല്ല ഭംഗിയുള്ള മസ്ലിൻ സിൽക്കാണ് നമ്മൾ കാണുന്നത്. വിത്ത് ഫോയിൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത്. ഗ്രീനും ആഷും കൂടെയുള്ള ഒരു പ്രിന്റിലാണ് ഇതിനകത്തുള്ള ഡിസൈൻസ് പോകുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് നേവി ബ്ലൂ കളറിൽ വന്നിട്ടുള്ളതാണ്. നേവി ബ്ലൂവിനകത്ത് തന്നെ ഇപ്പൊ ഈ കണ്ട അതേ സ്ട്രൈപ്പ് പാറ്റേണിൽ ഡ്രസ്സാണ് പ്രിന്റ് ആണ് പോയിട്ടുള്ളത്. ഇങ്ങനെയായിരിക്കും നമ്മളിത് വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. കംഫർട്ട് ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മുടെ ബോഡി ആയിട്ട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു ഫാബ്രിക് തന്നെയാണ് ഈ മസ്ലിൻ സിൽക്ക് എന്ന് പറയുന്നത്. ലാസ്റ്റ് കളർ നമ്മൾ ഇന്ന് കാണുന്നത് ഈ ഡിസൈനിൽ തന്നെ ഒരു റെഡ് കളറാണ്. ഫസ്റ്റ് വൺ കണ്ടതും നമ്മൾ റെഡ് ആയിരുന്നു. ലാസ്റ്റ് വൺ കാണുന്നതും റെഡിൽ തന്നെയാണ്. ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രിന്റ് സെയിം ഡിസൈൻ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കാണുന്നത് വേറെ പ്രിന്റുകളാണ്. ഇതാണ് നമ്മൾ ഇപ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്ന മസ്ലിൻ സിൽക്ക് ഫാബ്രിക്കിലുള്ള റണ്ണിങ് മെറ്റീരിയലുകളുടെ കളക്ഷൻ. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ, ഇതെല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 215 ആണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത്. വിത്ത് ഫോയിൽ പ്രിന്റിലാണ്. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് തന്നെയാണ്. നമുക്കിതൊരു ഫ്രോക്ക് മോഡലിലുള്ള ഡ്രസ്സോ അതല്ലെങ്കിൽ ഗൗണോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്ലിറ്റഡ് പാറ്റേണിലുള്ള കുർത്തി വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. ഇനി അങ്ങനെ അല്ലെങ്കിൽ നമുക്കൊരു പലാസോ, മിനി ടോപ്പിന് വെയർ ചെയ്യാവുന്ന പലാസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രീ ആയിട്ടുള്ള പാൻസോ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ട് ആവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും പേടിഎം ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബോവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്.
ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ട് ഒരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്. പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40s by 40s ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothurans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID-യിലേക്ക് ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റ്ലി ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ
ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.